എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശി പി.ജി. മനു. 55 വയസ്സിൽ അദ്ദേഹം സ്വയം ജീവനൊടുക്കി. 99-ലാണ് അദ്ദേഹം എൻറോൾ ചെയ്യുന്നത്. 1/4 നൂറ്റാണ്ട് കൊണ്ട് അദ്ദേഹം ഈ മേഖലയിൽ പ്രസിദ്ധനായി. 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ട്രയൽ വക്കീലന്മാരിൽ ഒരാളായി അയാൾ മാറിയിരുന്നു. കോലഞ്ചേരി കോളേജിൽ പഠിക്കുമ്പോൾ SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അതിനുശേഷം DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയി. ആ സമയത്ത് CPMകാരുടെ കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് വിജയം കൈവരിച്ചു. അങ്ങനെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഹീറോയായി. പിന്നീട് അദ്ദേഹം മൂവാറ്റുപുഴയിലേക്ക് പ്രാക്ടീസ് മാറ്റുകയും പിന്നീട് ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായി CPM അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം വിജയത്തിന് ഒരു കണക്ക് തന്നെയുണ്ട്. നിരവധി കേസുകളിൽ അദ്ദേഹം വാദിച്ചു ജയിച്ചു. പിണറായി സർക്കാർ അദ്ദേഹത്തെ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറാക്കി. ഈ സമയത്തും പല കേസുകളിലും അദ്ദേഹം വാദിച്ചു ജയിച്ചു. പിന്നീട് NIAയുടെ വക്കീലായി. പല കേസുകളിലും അദ്ദേഹം ശ്രദ്ധേയമായി. പാനായിക്കുളം കേസും നാറാത്ത് കേസും അടക്കം പല കേസുകളിലും അദ്ദേഹം ശ്രദ്ധേയമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ വക്കീൽ എന്ന നിലയിൽ പേരെടുത്തതോടെ, പണം വന്നതോടെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ലെവലിലെത്തി കഴിയുമ്പോൾ അവർക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഈ മാറ്റങ്ങൾ ചിലപ്പോഴെങ്കിലും അവരെ തകർത്തെന്ന് വരാം. പെണ്ണുപിടി എന്ന ദോഷമാണ് മനുവിനുണ്ടായത്. എല്ലാ മനുഷ്യരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം. അവരോട് സമീപിക്കുമ്പോൾ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ഇടപെടുന്ന തൊഴിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ തൊഴിലിൽ നമ്മൾ വളരെയേറെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നിരപരാധികൾ പോലും പെട്ടുപോയെന്ന് വരാം. ആ ജാഗ്രത കുറവ് ഇദ്ദേഹത്തിന് ഉണ്ടായി എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ കക്ഷികളായി വരുന്ന സ്ത്രീകളെ പോലും അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പി.ജി. മനുവിനെതിരെ ആദ്യമുണ്ടായ കേസിൽ അദ്ദേഹം ജയിലിലായി. അദ്ദേഹം ഹൈക്കോടതിയിൽ സ്വാധീനമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അവസാന നിമിഷം വരെ ശ്രമം നടന്നെങ്കിലും ആ ജയിലിലായതോടുകൂടി അദ്ദേഹത്തിന് സർക്കാർ വക്കീൽ പദവി രാജിവെക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം പ്രാക്ടീസ് തുടർന്നു. ബി ആളൂരിന്റെ കൂടെ പല കേസുകൾ, ബി ആളൂർ കുപ്രസിദ്ധി നേടിയ ആളുകളെയാണ് പലപ്പോഴും സഹായിക്കാനൊക്കെ നമുക്കറിയാവുന്നത്. കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനാദാസിനെ കൊന്ന കേസുണ്ട്. ആ കേസിൽ പ്രതിയുടെ വക്കീലായിരുന്നു. ഈ വക്കീൽ പണിക്ക് വേണ്ടി കൊല്ലത്ത് വാടക വീടെടുത്ത് അദ്ദേഹം താമസിക്കുകയാണ്. ആ കൊല്ലത്തെ വാടക വീട്ടിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തൂങ്ങി മരിക്കുകയായിരുന്നു. ജൂനിയർ അഭിഭാഷകൻ വന്നപ്പോഴാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്ടെന്ന് ഈ മരണം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആദ്യം ഒരു പീഡന കേസിൽ ജയിലിൽ കിടന്ന മനുഷ്യൻ ജയിലിന് പുറത്തിറങ്ങി. തന്റെ ഔദ്യോഗിക പദവിയൊക്കെ നഷ്ടപ്പെട്ടു. കേസുകൾ പോലും പഴയതുപോലെ ഇല്ലാതായി. എന്നിട്ടും അദ്ദേഹം തന്റെ അടുത്തെത്തിയ ഒരു വനിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവരെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരെ ലൈംഗികമായി ദുരുപയോഗിച്ചു. അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ഭർത്താവും അവരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. വിവാഹമോചനം നേടി പുറത്തു വരാൻ ശ്രമിച്ചു. അതായത് കുടുംബം കലക്കുക എന്ന് പറയുന്ന അതേ പ്രക്രിയ ഈ മനു ചെയ്തു. മനുവിന് ഭാര്യയും മക്കളും ഉണ്ടെന്ന് ഓർക്കണം. ഈ വിവരം ഭാര്യ ഭർത്താവിനെ അറിയിച്ചു. ഭർത്താവ് ഇടപെടുന്നു. വിഷയമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. കേസാവുമെന്ന പശ്ചാത്തലമുണ്ടാവുന്നു. ഒടുവിൽ നാണം കെട്ട് ഈ മനു തന്റെ ഭാര്യയെയും സഹോദരിയെയും കൂട്ടിക്കൊണ്ട് ഈ ഇരയുടെ വീട്ടിലെത്തുകയാണ്. ആ വീട്ടിലെത്തിയിട്ട് ആ ഇരയുടെ ഭർത്താവിന്റെ ആ ട്രാപ്പിൽ വീണുപോയി. അവിടെ അദ്ദേഹം മൊബൈൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. എല്ലാ കുറ്റവും സമ്മതിക്കുന്നു. തന്റെ ഭാര്യയെ ദുരുപയോഗിച്ചു എന്നതുപോലും സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഓർക്കണം, സ്വന്തം ഭാര്യയുടെയും സഹോദരിയുടെയും മുമ്പിൽ വെച്ച് ഈ മനുവിന് ഈ കുറ്റസമ്മതമൊക്കെ നടത്തേണ്ടി വരുന്നു. ഈ വീഡിയോ ദൃശ്യം പിന്നീട് വൈറലാകുന്നു.